കാലത്ത് ഭാര്യ ഭർത്താക്കന്മാർ രണ്ടുപേരും ജോലി ചെയ്താൽ മാത്രമേ ഒരു കുടുംബത്തിൽ യാതൊരു പ്രശ്നവുമില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഇന്നത്തെ കാലത്ത്. അങ്ങനെയുള്ള ഈ ഒരു കാലത്തിൽ സ്ത്രീകൾ ജോലിക്ക് പോകുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അവർ അഭിമുഖീകരിക്കും, ശാരീരികമായും മാനസികമായും. അതുപോലെ നമ്മൾ പല കേസുകളും കണ്ടിട്ടുണ്ട്. ഇതിനപ്പുറം സ്ത്രീകൾക്ക് വീട്ടിലും ചില കടമകളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്. എല്ലാവരും നിർവചിക്കുന്നത് പോലെ തന്നെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്നതും പാത്രം കഴുകുന്നതും വീട് വൃത്തിയാക്കുന്നതും എല്ലാം സ്ത്രീകൾ ചെയ്യണമെന്ന രീതിയിൽ ഒരു റൂൾ അതാര് കൊണ്ടുവന്നു എന്നറിയില്ല. എന്നാൽ ഈ സ്ത്രീകൾ വീട്ടിലെ ജോലികളും കഴിഞ്ഞ് ഭക്ഷണം ഉണ്ടാക്കി മക്കളെ സ്കൂളിലേക്ക് അയച്ച് കഷ്ടപ്പെട്ട് ജോലിക്ക് പോയി തിരികെ വന്ന് വീണ്ടും ഭക്ഷണം ഉണ്ടാക്കി, ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടി ജോലിക്ക് പോകുന്ന സ്ത്രീകൾ, വളരെ പ്രധാനമായി വിവാഹം കഴിഞ്ഞ് ജോലിക്ക് പോകുന്ന സ്ത്രീകൾ, ഇതിനൊക്കെ പ്രധാനപ്പെട്ട കാരണം തന്റെ കുടുംബം നന്നായിരിക്കണം, മക്കൾക്ക് നല്ലൊരു ഭാവി കിട്ടണം എന്നതിനൊക്കെ വേണ്ടിയാണ്. അങ്ങനെ കഷ്ടപ്പെട്ട് ജോലിക്ക് പോയി സമ്പാദിക്കുന്ന അമ്മമാർക്ക് വേണ്ടി ഈ ഒരു വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. എന്നാൽ ഈ ഒരു കേസിനും ജോലിക്ക് പോകുന്ന സ്ത്രീകൾക്കും എന്ത് ബന്ധമാണെന്ന് ചോദിച്ചാൽ അത് ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് മനസ്സിലാകും. ഏറ്റവും മികച്ച സംരക്ഷണമുള്ള ജയിൽ, അങ്ങനെ അമേരിക്കയിലുള്ള വളരെ പ്രധാനപ്പെട്ട ജയിലിൽ നടന്ന വളരെ വ്യത്യസ്തമായ, നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത പല ട്വിസ്റ്റുകൾ നിറഞ്ഞ ഒരു കേസാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അമേരിക്കയിൽ ആ ജയിലിനുള്ളിൽ എന്ത് സംഭവിച്ചു എന്നറിയുന്നതിന് മുൻപ് നിങ്ങളുടെ സമയം 2 സെക്കൻഡ് എനിക്ക് വേണ്ടി മാറ്റിവെച്ച് ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. നിങ്ങൾ തരുന്ന ലൈക്കും കമന്റുമായിരിക്കും എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ മോട്ടിവേഷൻ. കൂടാതെ മറ്റൊരുപാട് പേരിലേക്ക് ഈ വീഡിയോ എത്തിക്കാനും അത് സഹായിക്കും. ന്യൂയോർക്കിൽ നിന്ന് ഏകദേശം 60 മൈൽ ദൂരത്തിൽ ഗ്രീൻ ഹെവൻ കറക്ഷണൽ ഫെസിലിറ്റി സെന്റർ എന്ന ഒരു ജയിലുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ജയിൽ എന്ന് പറയും, അതുപോലെ അമേരിക്കയിൽ കൂടുതൽ സ്ഥലങ്ങളിലും കറക്ഷണൽ ഫെസിലിറ്റി എന്ന് പറയും. അതായത് തെറ്റ് ചെയ്ത് ജയിലിൽ പോകുന്നവർ അതിൽ നിന്നും തെറ്റ് തിരുത്തി നല്ല മനുഷ്യരാക്കി പുറത്തേക്ക് അയക്കുന്ന സ്ഥലം. അതുകൊണ്ട് അതിനെ കറക്ഷണൽ ഫെസിലിറ്റി സെന്റർ എന്നാണ് പറയുന്നത്. അവിടെ ജോലി നോക്കുന്ന ഓഫീസേഴ്സിനെ കറക്ഷണൽ ഓഫീസേഴ്സ് എന്ന് പറയും. നമ്മൾ കാണാൻ പോകുന്ന ഈ കേസിലെ ഗ്രീൻ ഹെവൻ ജയിലിൽ മൊത്തം 1800 തടവ് പുള്ളികളുണ്ട്. ഈ സംഭവം നടക്കുന്നത് 1981 വർഷമാണ്. മൊത്തം ഈ ഒരു ജയിലിലുള്ള 1800 പേരിൽ 500 പേർ വളരെ ക്രൂരമായ തെറ്റുകൾ ചെയ്ത പ്രതികളാണ്. മൊത്തത്തിൽ ഈ ജയിലിലുള്ള 1800 പേരും വളരെ അപകടകാരികളാണ്. അതുകൊണ്ട് തന്നെ അവരെ നിരീക്ഷിക്കാൻ ഒരുപാട് അനുഭവ പരിചയമുള്ള ഓഫീസർമാരെ മാത്രമേ നിയമിക്കൂ. 1981 വരെയും ഈ ഒരു ജയിലിൽ പുരുഷ ഉദ്യോഗസ്ഥർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ 81 കഴിഞ്ഞ് ചില സ്ത്രീ ഉദ്യോഗസ്ഥരെയും ഇവിടെ നിയമിക്കുന്നു. അങ്ങനെ ഈ ജയിലിലേക്ക് വന്ന കറക്ഷണൽ ഓഫീസറിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ത്രീയുടെ പേരാണ് ഡോണ പെയിന്റ്. 1981 വർഷം മെയ് മാസം 1-ാം തീയതി ഈ കറക്ഷണൽ ഫെസിലിറ്റിയിലേക്ക് ഇവർ ജോലിക്ക് വരുന്നു. വിവാഹം കഴിഞ്ഞ് 3 കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് 36 വയസ്സായി. ഭർത്താവും കറക്ഷണൽ ഓഫീസറായിട്ടാണ് ജോലി നോക്കുന്നത്. എന്നാൽ അദ്ദേഹം മറ്റൊരു ജയിലിലാണ്. സാധാരണ ഒരു സ്ത്രീ പോലീസ് ജോലിക്കോ പട്ടാളത്തിലോ ഒക്കെ പോവുകയാണെങ്കിൽ അവർക്ക് അളവിൽ കൂടുതൽ മാനസിക ധൈര്യം വേണം. കാരണം അവർ ജോലി ചെയ്യുന്നതെല്ലാം അപകടകരമായ ഒരു സാഹചര്യത്തിനുള്ളിലാണ്. ജയിലെടുക്കുകയാണെങ്കിൽ ഈ ലോകത്തിലെ എല്ലാ തെറ്റുകൾ ചെയ്തവരും ആ ജയിലിനുള്ളിൽ ഉണ്ടാകും. ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ജോലിക്ക് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രത്തോളം ധൈര്യം വേണം. മാത്രമല്ല നമ്മൾ ഇഷ്ടപ്പെട്ട് ഈ ജോലി ചെയ്താൽ മാത്രമേ അവസാനം വരെ നമുക്ക് പിടിച്ചു നിൽക്കാനും സാധിക്കൂ. ഭർത്താവും കറക്ഷണൽ ഓഫീസർ ആയതുകൊണ്ട് അവരുടെ കുടുംബവും ഡോണ ഈ ജോലിയിൽ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ ഡോണയും ഈ ജോലിയിലേക്ക് വരുന്നു. ഡോണയെക്കുറിച്ച് പ്രത്യേകം ഒരു കാര്യം പറയണമെങ്കിൽ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. തെറ്റാണെങ്കിൽ തെറ്റ്, ശരിയാണെങ്കിൽ ശരി, ആരായിരുന്നാലും അതൊരു പ്രശ്നമേ അല്ല. ഉദാഹരണത്തിന് കറക്ഷണൽ ഓഫീസർ ട്രെയിനിങ്ങിനിടയ്ക്ക് ഒരു ഉയർന്ന അധികാരി ഒരു ദിവസം ഇവരുടെ അനുവാദമില്ലാതെ ഇവർ താമസിച്ചിരുന്ന മുറിയിലേക്ക് കയറി അവരോട് മോശമായി പെരുമാറാൻ ശ്രമിക്കുമ്പോൾ ഡോണയ്ക്ക് നല്ല ദേഷ്യം വന്നു. ആ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആണെങ്കിൽ അവരെ വഴക്ക് പറഞ്ഞ് തിരിച്ചയക്കുമായിരുന്നു. പക്ഷേ ഡോണ അതോടുകൂടി അവസാനിപ്പിച്ചില്ല. അയാളെക്കുറിച്ച് മേലുദ്യോഗസ്ഥരോട് കംപ്ലൈന്റ് ചെയ്യുകയും അയാളെ ജോലിയിൽ നിന്നും പറഞ്ഞയക്കേണ്ട ഒരു അവസ്ഥയിൽ വരെ എത്തിച്ചു. അത്രത്തോളം സ്ട്രെയിറ്റ് ഫോർവേഡായ ഒരു വ്യക്തി. അങ്ങനെ ഡോണ പല സ്വപ്നങ്ങളോടുകൂടി ഈ ഗ്രീൻ ഹെവൻ കറക്ഷണൽ സെന്ററിൽ ജോലിക്ക് വരുന്നു. മെയ് മാസം 15-ാം തീയതി 1981 ഉച്ചയ്ക്ക് 1 മണി മുതൽ രാത്രി 9 മണി വരെയുള്ള ഷിഫ്റ്റിനായി ജോലിക്ക് വരുന്നു. ഇവർ മാത്രമല്ല, ആ കറക്ഷണൽ സെന്ററിൽ മറ്റൊരുപാട് സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ട്. മൊത്തം ഒരു 6-7 സ്ത്രീകൾ ജോലി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഉച്ചയ്ക്ക് ഒരു 3 മണിക്ക് അവിടെ ഒരു ഫിക്സഡ് ഫോൺ ഉണ്ട്. അതിലേക്ക് ഒരു കോൾ വരുന്നു. അവിടെ ജോലി നോക്കിക്കൊണ്ടിരുന്ന ഒരു ഓഫീസർ ആ കോൾ എടുത്ത് സംസാരിക്കുന്നു. അതിൽ ഡോണയോട് സംസാരിക്കണമെന്ന് ഒരു വ്യക്തി പറഞ്ഞു. ഈ കറക്ഷണൽ ഓഫീസറും ഡോണ, നിനക്കാണ് കോൾ വന്നത്, വാ സംസാരിക്കുന്നു പറഞ്ഞു. ഡോണയ്ക്കൊന്നും മനസ്സിലായില്ല. ജയിലിൽ തനിക്ക് ആരാണ് കോൾ ചെയ്യാൻ?
വളരെ കുഴപ്പം നിറഞ്ഞ ഒരു മനസ്സോടുകൂടി ആ കോൾ എടുത്ത് സംസാരിച്ചു. ഫോണിൽ സംസാരിക്കും തോറും ഡോണയുടെ മുഖഭാവമെല്ലാം പതിയെ പതിയെ മാറാൻ തുടങ്ങി. അവൾക്ക് ഒരുപാട് ദേഷ്യം വരുന്നു. പെട്ടെന്ന് ആ കോൾ കട്ട് ചെയ്തിട്ട് കൂടെ ജോലി ചെയ്യുന്ന കറക്ഷൻ ഓഫീസറോട് എനിക്കൊരു 10 മിനിറ്റ് ബ്രേക്ക് വേണം, എനിക്കൊരു ജോലിയുണ്ട്, ഈ ഒരു പ്രശ്നം എനിക്ക് ഇന്ന് തന്നെ അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ് എങ്ങോട്ടേക്ക് പോയി. എന്നാൽ ഇതായിരുന്നു ഡോണയെ എല്ലാവരും ജീവനോടുകൂടി അവസാനമായി കണ്ടത്. ജയിലിൽ ജോലി നോക്കുന്ന ഈ കറക്ഷൻ ഓഫീസർക്ക് ആ ജയിലിൽ വെച്ച് തന്നെ നടന്ന ഒരു സംഭവം നമ്മുടെ സങ്കല്പങ്ങൾക്കും അപ്പുറമാണ്. സാധാരണ ഇങ്ങനെയുള്ള കറക്ഷണൽ ഫെസിലിറ്റി സെന്ററിൽ 2-3 മണിക്കൂറിൽ ഒരിക്കൽ പ്രതികളെല്ലാം എണ്ണും. എല്ലാവരും ഉണ്ടോ, ആരെങ്കിലും രക്ഷപ്പെട്ടു പോയിട്ടുണ്ടോ, ഇതെല്ലാം കണക്കെടുക്കും. അങ്ങനെ അവിടെയുള്ള ഓഫീസേഴ്സ് ആ ജയിലിലുള്ള തടവ് പുള്ളികളെ കണക്കെടുക്കുമ്പോൾ പെട്ടെന്ന് അവർക്ക് മനസ്സിലായി ഡോണയെ കാണാനില്ല എന്ന്, ഒരാൾ കുറവാണെന്ന്. 2 മണിക്ക് ഡോണ ഒരാളെ കാണാൻ പോകുന്നുവെന്ന് പറഞ്ഞ് ഫോൺ വെച്ചുകൊണ്ടുപോയി. ഇത് കഴിഞ്ഞ് 5 മണിക്കൂറായി. ഡോണയ്ക്ക് എന്ത് പറ്റിയെന്ന് ആർക്കും അറിയില്ല. ഇത് കഴിഞ്ഞ് ഡോണയെ ആരും കണ്ടിട്ടുമില്ല. ഇപ്പോൾ ആ ഒരു ജയിൽ മുഴുവനും വല്ലാത്തൊരു ഭീതി നിറഞ്ഞ ഒരു അവസ്ഥയിലേക്ക് മാറി. എമർജൻസി ലോക്ക്ഡൌൺ അറിയിച്ചു. വൈകുന്നേരം 5 മണിക്ക് എല്ലാ പ്രതികളെയും എല്ലാ സെല്ലിനുള്ളിലേക്ക് അടച്ചു. കാണാതായ ഡോണയെ എല്ലാവരും തിരയാൻ തുടങ്ങി. എന്നാൽ ആ ജയിൽ മുഴുവനും തിരഞ്ഞിട്ടും ഡോൺ എവിടെ പോയെന്ന് ആർക്കും കണ്ടെത്താൻ സാധിച്ചില്ല. ഓരോ സെല്ലിലായി കയറി നോക്കി, പക്ഷെ എവിടെയും അവളില്ല. ഒന്ന് ചിന്തിച്ചു നോക്കുക, ഏറ്റവും ഉയർന്ന സുരക്ഷയുള്ള ഒരു ജയിൽ, അവിടെ ഒരു പോലീസ് ഓഫീസറെ കാണാതായെങ്കിൽ അത് എത്ര വലിയ പ്രശ്നമായി മാറും. അങ്ങനെ ഒരു വലിയ പോലീസ് സംഘം ഡിറ്റക്ടീവ്സ് എല്ലാം വന്ന് ഡോണയെ തിരയാൻ തുടങ്ങി. രാത്രിയും പകലും തിരയുന്നു. അവൾ എവിടെ പോയി എന്നുള്ള ചെറിയ തുമ്പ് പോലും ലഭിച്ചില്ല. ഈ ഡോണ കാണാതായി പല മണിക്കൂറുകൾ കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ ഈ ജയിലിൽ നിന്നും ഏകദേശം 30 മൈൽ ദൂരത്തിൽ ചപ്പ് ചവറുകൾ ഇടുന്ന ഒരു ഒഴിഞ്ഞ പ്രദേശമുണ്ട്. ആ ജയിലിലുള്ള എല്ലാ വേസ്റ്റും ഈ 30 മൈൽ ദൂരത്തിലുള്ള ആ ഒഴിഞ്ഞ പ്രദേശത്താണ് കൊണ്ടിടാറ്. അങ്ങനെ ആ സ്ഥലത്ത് ചവറ് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി അവിടെ ഒരു സ്ത്രീയുടെ ശരീരം കണ്ടു. ആ ഒരു സ്ത്രീയും പോലീസ് വേഷമായിരുന്നു അണിഞ്ഞിരുന്നത്. ഇപ്പൊ പെട്ടെന്ന് പോലീസിന് വിവരം അറിയിച്ചു. എന്നാൽ ജയിലിൽ നിന്ന് വന്ന ഓഫീസേഴ്സ് ഈ ഒരു ശരീരം കണ്ട് അവിടെ തന്നെ ഞെട്ടി നിൽക്കുകയാണ്. കാരണം ആ ഒരു സ്ഥലം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ജയിലിൽ നിന്നല്ല, ചുറ്റുമുള്ള പല സ്ഥലങ്ങളിൽ നിന്നും അവിടെ ചവറ് കൊണ്ടിടും. അത് കംപ്രസ് ചെയ്യാനായി ബുൾഡോസർ ഉപയോഗിച്ച് ആ ചവറുകൾക്ക് മുകളിലൂടെ കയറ്റി ഇറക്കും. അങ്ങനെ അത് കംപ്രസ് ആവുകയും ചെയ്യും. ഇതിനുശേഷമാണ് അതിനെ റീസൈക്കിൾ ചെയ്യുന്നത്. ഇപ്പോൾ ഇവരുടെ ശരീരം ആരോ ഇവിടെ കൊണ്ടിട്ടതിന് ശേഷം ബുൾഡോസർ അതിന് മുകളിൽ കയറി ഇറങ്ങിയത് കൊണ്ട് ആ ശരീരം മുഴുവനും ചതഞ്ഞിട്ടുണ്ട്. എല്ലുകളെല്ലാം മുറിഞ്ഞൊരവസ്ഥയിലായിരുന്നു. ഭാഗ്യത്തിന് മുഖം മാത്രം ആ ബുൾഡോസറിനടിയിലായിട്ടില്ല. അതുകൊണ്ട് അത് ഡോണയുടേതാണെന്ന് കണ്ടുപിടിക്കാനും എളുപ്പമായി. മരിച്ചുപോയ അവരുടെ ശരീരം പരിശോധിച്ച ഡോക്ടർ പറഞ്ഞത് ആ ശരീരത്തിൽ പല സ്ഥലങ്ങളിൽ മുറിവുണ്ട്. ഡോണയെ കഴുത്ത് ഞെരിച്ചാണ് കൊന്നിരിക്കുന്നത്. എന്നാൽ അതിനു മുൻപ് അവളോട് പല തവണ മോശമായി പെരുമാറിയതിന്റെ ഫോറൻസിക് തെളിവുകളും കണ്ടെത്തി. അമേരിക്കൻ ചരിത്രത്തിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സമയത്ത് കൊലപാതകത്തിന് ഇരയായ കറക്ഷൻ ഓഫീസർ ഡോണ ആയതുകൊണ്ട് തന്നെ ഈ ഒരു കേസിന് ഒരു പ്രത്യേക അറ്റൻഷൻ ലഭിച്ചു. അമേരിക്ക മുഴുവനും ഇത് വലിയ ചർച്ചാ വിഷയമായി. ഒന്ന് ചിന്തിക്കുക, ജയിലിൽ നോക്കുന്ന ഒരു ഓഫീസർക്ക് പോലും അവിടെ സുരക്ഷയില്ലെങ്കിൽ ഇത്രയും പ്രതികളെ അവരെങ്ങനെയാണ് നോക്കുക? അത്രയും ജയിൽ പുള്ളികൾ ജയിലിൽ നിന്നും രക്ഷപ്പെട്ട് പുറത്തേക്ക് വന്നാൽ നാട്ടിന്റെ അവസ്ഥ എന്തായി മാറും? ഇങ്ങനെ വളരെ ഭീതി നിറഞ്ഞ ഒരു അവസ്ഥയായിരുന്നു ആ സമയം അമേരിക്കയിലെ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നത്. ഉടനെ ഒരു കേസ് വളരെ തീവ്രമായി അന്വേഷിക്കാൻ തുടങ്ങി. എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാമോ അത്രയും പെട്ടെന്ന് തന്നെ ഇതിന് പുറകിലുള്ളവനെ കണ്ടുപിടിക്കണമെന്ന് 24 മണിക്കൂറും പോലീസ് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നു. എന്നാൽ ഈ സമയത്ത് മരിച്ച ഡോണയുടെ ശരീരം ഡോക്ടർ പ്രേത പരിശോധന ചെയ്തപ്പോൾ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു തെളിവ് കണ്ടെത്തി. അതായത് ഡോണയുടെ നെഞ്ചിൽ ഒരു മുറിവുണ്ടായിരുന്നു. ആ മുറിവ് ഡോക്ടർ വളരെ വ്യക്തമായി പരിശോധിക്കുമ്പോഴാണ് അതൊരു ബൈറ്റ് മാർക്കാണെന്ന് മനസ്സിലായി. അവളെ കൊന്നവൻ അവളുടെ നെഞ്ചിൽ കടിച്ചതുകൊണ്ട് അയാളുടെ പല്ലിന്റെ അടയാളം അതുപോലെ അവളുടെ ശരീരത്തിലുണ്ടായിരുന്നു. നിങ്ങൾ ഇങ്ങനെയുള്ള കേസുകൾ ഇത് ആദ്യമായാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. DNA എന്നത് ഈ ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും വ്യത്യസ്തമായിരിക്കും. ഫിംഗർ പ്രിന്റ് വ്യത്യസ്തമായിരിക്കും. DNA, ഫിംഗർ പ്രിന്റ് ഇവ കോടതിയിൽ 100% അംഗീകരിക്കുന്ന എവിഡൻസ് ആണ്. അതുപോലെയാണ് ബൈറ്റ് മാർക്കും. നമ്മുടെ പല്ലിന്റെ സ്ട്രക്ചർ ഓരോരുത്തർക്കും 1 ഇഞ്ചെങ്കിലും വ്യത്യസ്തമായിരിക്കും. അതിനാൽ ഒരു വ്യക്തി ഒരു ഇരയെ കടിച്ചു എന്നുണ്ടെങ്കിൽ അവന്റെ പല്ലിന്റെ അടയാളം ആ ശരീരത്തിൽ ഉണ്ടെങ്കിൽ ആ അടയാളം ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു സസ്പെക്ട് കിട്ടിയാൽ അവന്റെ പല്ലിൽ നിന്നും ഒരടയാളം എടുക്കും. ഇവ 2 മാച്ച് ചെയ്ത് ഇവനാണോ ആ പെൺകുട്ടിയെ കടിച്ചത് അല്ലെങ്കിൽ കൊന്നത് എന്നുള്ളത് സ്ഥിരീകരിക്കാൻ സാധിക്കും. ഈ ബൈറ്റ് മാർക്കും 100% കോടതിയിൽ അംഗീകരിക്കുന്ന ഒരു തെളിവാണ്. ഇപ്പോ ഡോണയുടെ ശരീരത്തിലും അങ്ങനെ ഒരു ബൈറ്റ് മാർക്ക് ഉണ്ട്. അതിനാൽ ഇതിന് പുറകിലുള്ളവനെ കണ്ടുപിടിക്കാൻ സാധിക്കുമെന്നുള്ള വിശ്വാസത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഏതൊരു കേസും പോലീസ് അന്വേഷിക്കുമ്പോൾ അടിസ്ഥാനപരമായി എല്ലാവർക്കും വരുന്ന ഒരു ചോദ്യം,
ഇപ്പോൾ പുറത്തു വെച്ചാണ് ഇങ്ങനൊരു സംഭവം നടന്നതെങ്കിൽ അത് ആര് ചെയ്തിരിക്കാം എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പോലും സാധിക്കില്ല. എന്നാൽ ഇതിപ്പോൾ നടന്നത് ജയിലിനകത്താണ്. അപ്പോൾ അത് ആര് ചെയ്തിരിക്കും എന്നുള്ളതിന് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നാമത്തേത് ആ ജയിലിനുള്ളിലെ പ്രതികൾ ആരെങ്കിലും, അതുമല്ലെങ്കിൽ അവരുടെ കൂടെ ജോലി ചെയ്യുന്ന കറക്ഷൻ ഓഫീസർ ആരെങ്കിലും ഇവരെ കൊന്നിരിക്കാം. ഇതിൽ ആർക്കാണ് സാധ്യത കൂടുതലെന്ന് പോലീസ് ചിന്തിക്കുമ്പോൾ വീണ്ടും അവർക്ക് പല ചോദ്യങ്ങൾ വരാൻ തുടങ്ങി. ജയിലിനുള്ളിലെ ഒരു പ്രതി ഇത്രയും സുരക്ഷ നിറഞ്ഞ ഈ ഒരു ജയിലിൽ ഒരു കറക്ഷൻ ഓഫീസറെ തട്ടിക്കൊണ്ടുപോയി അവരോട് മോശമായി പെരുമാറി കൊന്ന് അവരുടെ ശരീരം ഗാർബേജ് ബാഗിലിട്ട് ജയിലിൽ നിന്നും ഗാർബേജ് പുറത്തേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു ട്രക്കിൽ ആ ബോഡി ഇട്ട് എങ്ങനെ അയക്കാൻ സാധിക്കും? അത്രത്തോളം ഒരു പ്രതിക്ക് ആ ജയിലിൽ സ്വാതന്ത്ര്യമുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ അതിനുള്ള സാധ്യത കുറവാണ്. അങ്ങനെയാണെങ്കിൽ ആ ജയിലിൽ ജോലി നോക്കുന്ന ഒരു കറക്ഷണൽ ഓഫീസർ തന്നെ ആയിരിക്കണം ഡോണെ കൊന്നിരിക്കാനുള്ള സാധ്യതയെന്നും പോലീസ് ചിന്തിച്ചു. ആ ഒരു രീതിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി. ഇപ്പോൾ ഡോണയ്ക്ക് അവിടെ ജോലി നോക്കുന്ന മറ്റ് ഓഫീസറുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അന്വേഷിക്കുമ്പോൾ ഒരാഴ്ചയ്ക്ക് മുൻപ് ഒരു ഓഫീസറുമായി ഡോണയ്ക്കൊരു പ്രശ്നമുണ്ടായി. ഡോണ ഡ്യൂട്ടിയിലായിരിക്കുമ്പോൾ ഇവളെ ക്രോസ് ചെയ്ത ഓഫീസർ പോയി. ആ സമയത്ത് തൊടാൻ പാടില്ലാത്ത ശരീരഭാഗങ്ങളിൽ അയാൾ തൊട്ടു. ഇപ്പോൾ ഡോണയ്ക്ക് നല്ല ദേഷ്യം വന്നു. അങ്ങനെ കറക്ഷൻ ഓഫീസറുമായി ഡോണയ്ക്കൊരു പ്രശ്നമുണ്ടായി. ഇതവിടെ ജോലി നോക്കുന്ന പല ഓഫീസർമാർ കണ്ടു. ഒരു പക്ഷേ അയാൾ ഡോണയെ കൊന്നിരിക്കാമോ എന്നുള്ള രീതിയിലും പോലീസ് അന്വേഷിക്കുന്നു. കൂടാതെ ഈ ഒരു കൊലപാതകം ചെയ്യാനുണ്ടായ മോട്ടീവ് എന്താണ്, ജയിലിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, ഇതൊക്കെ പോലീസ് അന്വേഷിക്കുമ്പോൾ പല ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളായിരുന്നു പുറത്തു വന്നത്. അതായത് ആ ജയിലിൽ ജോലി നോക്കുന്ന കറക്ഷൻ ഓഫീസർ ചിലർ അവിടെയുള്ള പ്രതികൾക്ക് ഒരുപാട് സഹായം ചെയ്യും. പ്രതികൾക്ക് പുറത്തു നിന്ന് മയക്കുമരുന്ന് വാങ്ങിക്കൊടുക്കുക, അതിനുവേണ്ടി പ്രതികളിൽ നിന്നും ഒരുപാട് പണവും വാങ്ങും. വേശ്യ സ്ത്രീകളെ പുറത്തുനിന്നും ജയിലിനുള്ളിലേക്ക് കൊണ്ടുവരികയും അവിടെയുള്ള ചില തടവ് പുള്ളികളുടെ സെല്ലിലേക്ക് അവർ അയക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള ജോലികൾ പോലും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പല രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ അവിടെ ജോലി നോക്കുന്ന ഓഫീസർമാർ പോലും ചെയ്യുന്നുണ്ട്. പക്ഷെ ഡോണ അടുത്തിടെയാണ് അവിടെ ജോലിക്ക് കയറിയത്. അവളുടെ സ്വഭാവത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. അവൾ സ്ട്രെയിറ്റ് ഫോർവേഡ് ക്യാരക്ടറാണെന്ന് എല്ലാവർക്കും അറിയാം. തെറ്റാണെങ്കിൽ അത് തെറ്റ്. അതിനാൽ തീർച്ചയായും ഇങ്ങനെ ഒരു കുറ്റത്തിന് ഡോണ ഒരിക്കലും സപ്പോർട്ട് നൽകില്ല. അങ്ങനെ ഡോണ ജയിലിലേക്ക് വന്നതിന് ശേഷം അവളെ കുറ്റങ്ങളെല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ടാകാം. അത് അവൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ സാധിച്ചിട്ടുണ്ടാകില്ല. അത് മേലധികാരികളിൽ പോയി പറയുമോ എന്നുള്ള ഭയത്തിൽ ആ ജയിലിൽ ജോലി നോക്കുന്ന കറക്ഷണൽ ഓഫീസേഴ്സ് തന്നെ അവളെ കൊന്നിരിക്കാം. അങ്ങനെയുള്ള രീതിയിലും അന്വേഷണ ഉദ്യോഗസ്ഥർ ചിന്തിക്കുന്നു. ഇപ്പോ ഈ കേസിലെ നമ്പർ 1 സസ്പെക്ട് ആയ ഡോണയോട് മോശമായി പെരുമാറിയ ആ ഒരു ഓഫീസർ, അയാളെ പോലീസ് ചോദ്യം ചെയ്യുന്നു. പക്ഷെ അയാൾ പറഞ്ഞത്, ഈ ജയിലിൽ ഞങ്ങൾ പല തെറ്റുകൾ ചെയ്തുകൊണ്ടിരുന്നു, സത്യമാണ്. പ്രതികളെ സഹായിക്കും, അവർക്ക് പുറത്തുനിന്ന് മയക്കുമരുന്ന് എത്തിച്ചു കൊടുക്കും, വേശ്യ സ്ത്രീകളെ എത്തിച്ചു കൊടുക്കും. എന്നാൽ ഇതിനുവേണ്ടി ഡോണയെ ഞാൻ കൊന്നു എന്നുള്ളത് എന്നെ കൊണ്ട് ഒരിക്കലും സമ്മതിക്കാൻ സാധിക്കില്ല. അവൾ എവിടെ പോയെന്ന് എനിക്കറിയില്ല, അവൾ ആര് കൊന്നു എന്നും എനിക്കറിയില്ല, ഇതിനും എനിക്കും യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞു. മാത്രമല്ല അയാളെ ഈ ഒരു കൊലപാതകത്തിൽ ലിങ്ക് ചെയ്യുന്ന രീതിക്ക് പോലീസിന് ഒരു തെളിവും ലഭിച്ചില്ല. എന്തിന്? ആ ഒരു ജയിലിൽ ഡോണയെ എവിടെ വെച്ച് കൊന്നു എന്ന് പോലും പോലീസിനെ കൊണ്ട് കണ്ടെത്താൻ സാധിച്ചില്ല. തീർച്ചയായും ആ ജയിലിനുള്ളിലെ എവിടെയെങ്കിലും ഒരു സ്ഥലത്തായിരിക്കണം ഡോണയോട് മോശമായി പെരുമാറുകയും അവളെ കൊല്ലുകയും ചെയ്തത്. ഇത്രയും സ്വാതന്ത്ര്യം ആ ജയിലിനുള്ളിൽ ആർക്കുണ്ടെന്നുള്ളത് പോലീസിന് കണ്ടെത്താനേ സാധിച്ചില്ല. പോലീസിന് ആരെയും സംശയവും തോന്നിയില്ല. അതിനാൽ അവരുടെ പക്കലുള്ള തെളിവുകൾ ഉപയോഗിച്ച് കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അവരുടെ പക്കലുള്ള പ്രധാനപ്പെട്ട തെളിവ് ആ ബൈറ്റ് മാർക്കാണ്. അതിനെ വളരെ ഫേമസ് ആയ ഫോറൻസിക് എക്സ്പെർട്ടിന്റെ പക്കൽ കൊടുത്തിട്ട് ആ ബൈറ്റ് മാർക്കിന്റെ ഉടമസ്ഥൻ ആരാണെന്ന് കണ്ടുപിടിച്ച് നൽകാൻ ആവശ്യപ്പെട്ടു. ഇദ്ദേഹം ഒരു ഓഡന്റോളജിസ്റ്റ് ആയിരുന്നു. അതായത് മനുഷ്യന്റെ പല്ലുകളെ കുറിച്ച്, അതും ഫോറൻസിക് ഏരിയയിൽ അനലൈസ് ചെയ്ത് ഇങ്ങനെയുള്ള കുറ്റങ്ങളെ കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന സയന്റിസ്റ്റിന്റെ പേരാണ് ഓഡന്റോളജിസ്റ്റ്. ഈ ഓഡന്റോളജിസ്റ്റും ആ പല്ലങ്ങനെ ശരിക്കും നോക്കി. നമ്മൾ മനുഷ്യർ നോക്കുമ്പോൾ അതൊരു സാധാരണ പല്ലടയാളം പോലെ തോന്നാം. എന്നാൽ ഈ ഓഡന്റോളജിസ്റ്റ് ആ ബൈറ്റ് മാർക്കിനെ കണ്ട് അങ്ങനെ ഞെട്ടിപ്പോവുകയാണ്. എന്നിട്ട് അയാൾ പറഞ്ഞത്, ഈ ഒരു ബൈറ്റ് മാർക്ക് ഞാൻ അടുത്തിടെ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ചുറ്റുമുണ്ടായിരുന്ന പോലീസുകാർക്കൊക്കെ വളരെ കുഴപ്പമായി. ഒരുപാട് ആകാംക്ഷയും തോന്നി. സർ, എവിടെയാണ് കണ്ടത്? ഒന്ന് ഓർത്തെടുക്കാമോ? പറയൂ എന്ന് ചോദിക്കാൻ തുടങ്ങി. ഇയാൾ ഓഡന്റോളജിസ്റ്റ് ആയിരുന്നാലും ഇങ്ങനെയുള്ള ക്രൈംസ് സോൾവ് ചെയ്യാൻ സഹായിച്ചാലും അയാളുടെ ഒഴിവ് സമയത്ത് ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കും. ആ സമയത്ത് അയാൾ വർക്ക് ചെയ്ത കേസുകൾ കാണിക്കുകയും ആ കേസിൽ താൻ എങ്ങനെയാണ് വർക്ക് ചെയ്തത്, ബൈറ്റ് മാർക്ക് ഉപയോഗിച്ച് എങ്ങനെയാണ് കേസ് സോൾവ് ചെയ്തത്, ബൈറ്റ് മാർക്ക് നമുക്ക് എങ്ങനെയെല്ലാം തിരിച്ചറിയാൻ സാധിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് അടുത്തിടെ വിദ്യാർത്ഥികൾക്ക് ഇയാൾ ഒരു ക്ലാസ് എടുത്തിരുന്നു. ആ ക്ലാസ്സിൽ ഒരു ബൈറ്റ് മാർക്ക് ഉദാഹരണമായി കാണിച്ച് വിദ്യാർത്ഥികളെ പഠിപ്പിച്ചു. അങ്ങനെ 5 ദിവസങ്ങൾക്ക് മുൻപ് വിദ്യാർത്ഥികളെ പഠിപ്പിച്ച ആ ബൈറ്റ് മാർക്കാണ് ഇപ്പോൾ മരിച്ച ഡോണയുടെ ശരീരത്തിലും ഉണ്ടായിരുന്നത്. രണ്ടും ഒന്ന് തന്നെയാണെന്ന് പറയുന്നു. എല്ലാവർക്കും വലിയ ആകാംക്ഷ തോന്നി. അങ്ങനെ വിദ്യാർത്ഥികൾക്ക് ആ ഓഡന്റോളജിസ്റ്റ് എടുത്ത ക്ലാസ് ചില വർഷങ്ങൾക്ക് മുൻപ് വീട്ടിൽ കയറി ഒരു സ്ത്രീയോട് മോശമായി പെരുമാറുകയും അവരെ കഴുത്ത് ഞെരിച്ച് കൊല്ലുകയും ചെയ്തു. ആ കുറ്റവാളി അവരുടെ നെഞ്ചിൽ കടിച്ചിട്ടുണ്ട്. ആ ബൈറ്റ് മാർക്ക് ലഭിച്ചു. അത് വെച്ചാണ് അവനെ ശിക്ഷ വാങ്ങി കൊടുത്തത്.
അവന്റെ പേര് 36 വയസ്സുള്ള ലാമുവൽ സ്മിത്ത്. ഈ ഒരു കേസിനെ കുറിച്ചായിരുന്നു ഈ ഓഡോntologist അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തത്. ഈ ബൈറ്റ് മാർക്ക് അല്പം വ്യത്യസ്തമാണ്. എന്തുകൊണ്ടത് വ്യത്യസ്തമാണെന്നുള്ളതിനും അദ്ദേഹം ഒരു വിശദീകരണം നൽകി. ഈ പല്ലുകളിലെ താഴത്തെ നിരയിലുള്ള പല്ലുകളിൽ ഒരു പല്ല് മിസ്സായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ബൈറ്റ് മാർക്ക് എന്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. അതെപ്പോ കണ്ടാലും എനിക്ക് മനസ്സിലാകുമെന്നും ആ ഓഡോntologist പറഞ്ഞു. ഇപ്പോൾ അയാൾ പോലീസുകാരോട് അടുത്തതായി ചോദിച്ചൊരു ചോദ്യം, ലാമുവൽ സ്മിത്ത് എന്ന ഈ ഒരു വ്യക്തിക്ക് നേരത്തെ ചെയ്ത തെറ്റ് കാരണം ജീവപര്യന്തം ശിക്ഷ കൊടുത്ത അയാൾ ഇപ്പോൾ ജയിലിലാണ്. എന്നാൽ അയാളിപ്പോ ഏത് ജയിലിലാണെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിച്ചു. പോലീസുകാരും അത് പരിശോധിച്ചിട്ട് പറഞ്ഞു, യാതൊരു സംശയവുമില്ല, ഡോണ ഏത് ജയിലിൽ വെച്ചാണോ അവർ മരിച്ചത് അതേ ജയിലിലാണ് ഈ ലാമുവൽ സ്മിത്ത് എന്ന ആളുമുള്ളത്. ഇപ്പൊ എല്ലാവർക്കും ഈ കേസ് ലിങ്ക് ചെയ്യാൻ സാധിച്ചു. തീർച്ചയായും ലാമുവൽ സ്മിത്ത് തന്നെയാണ് ഡോണയെ കൊന്നിരിക്കാനുള്ള സാധ്യത എന്നും ചിന്തിക്കുന്നു. എല്ലാവരും ഇങ്ങനെ വിശ്വസിച്ചാലും എല്ലാവർക്കും ഉള്ളൊരു ചോദ്യം, ജയിലിൽ ഒരു കുറ്റവാളിക്ക് ഇത്രയേറെ സ്വാതന്ത്ര്യം എങ്ങനെ കിട്ടും? അവൻ എങ്ങനെ ഈ കറക്ഷൻ ഓഫീസറെ കൊന്ന് ബോഡി പുറത്തേക്ക് കൊണ്ടുപോകാൻ സാധിച്ചു? അവൻ ഇത്രയും സമയം എവിടെ നിന്ന് കിട്ടി? ഇങ്ങനെയായിരുന്നു എല്ലാവരുടെ മനസ്സിലുമുണ്ടായ ഒരു കുഴപ്പം. പോലീസ് ഇപ്പോ അവരുടെ അന്വേഷണം ജയിലിനുള്ളിലെ ലാമുവൽ സ്മിത്തിൽ നിന്നും ആരംഭിച്ചു. പോലീസ് അവനോട് പോയി സംസാരിച്ചു. അവനെ ചോദ്യം ചെയ്യാൻ പോലീസുകാർ പോയപ്പോൾ തന്നെ ഞെട്ടിപ്പോയി. കാരണം പല വർഷം ജയിലിലായിരുന്നത് കൊണ്ട് നല്ല നടത്തിപ്പ് കാരണം അവന് പല രീതിയിലുള്ള സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. ജയിലിനുള്ളിൽ ചെറിയൊരു ചാപ്പൽ ഉണ്ട്. ആ ചാപ്പൽ അവനാണ് നിയന്ത്രിക്കുന്നത്. അവിടെ പ്രാർത്ഥന നടക്കുന്നതിനും അവിടെ വൃത്തിയാക്കുന്നതിനും ചെറിയ ചെറിയ പണികൾ ചെയ്യുന്നതിനും ഇങ്ങനെ അവൻ അവന്റെ സെല്ലിലുള്ളതിനേക്കാളും ഈ ചാപ്പലിലായിരിക്കും കൂടുതൽ സമയം ചിലവഴിക്കുക. പോലീസും അവന്റെ അടുത്ത് വന്ന് ചോദ്യം ചെയ്തു. അവൻ പറഞ്ഞത്, നോക്കൂ, ഞാൻ നേരത്തെ ഒരു സ്ത്രീയെ കൊന്നു, അതിൽ യാതൊരു സംശയവുമില്ല. അത് എന്റെ തെറ്റ് തന്നെയാണ്. അവളെ കൊന്ന കുറ്റത്തിനാണ് ഞാനിപ്പോൾ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നത്. എന്നാൽ ഇവിടെ വന്ന് ഞാൻ ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തമായി ദൈവത്തോട് ക്ഷമ ചോദിച്ച് ദൈവത്തിന് വേണ്ടി സേവ ചെയ്യുകയാണ്. അങ്ങനെയുള്ള എന്നെ മറ്റൊരു കൊലപാതകം ചെയ്തുവെന്ന് നിങ്ങൾ പറയുന്നു. ഇത് നിങ്ങൾക്ക് ശരിയായി തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ അവൻ അവന്റെ മേൽ ചുമത്തിയ ഒരു കുറ്റാരോപണത്തെ മുഴുവനും നിഷേധിച്ചു. ഈ ലാമുവൽ സ്മിത്ത് എത്ര തന്നെ ഞാനത് ചെയ്തില്ല എന്ന് പറഞ്ഞാലും പല്ലടയാളം എന്ന വളരെ പ്രധാനപ്പെട്ട തെളിവ് ഉപയോഗിച്ച് ലാമുവൽ സ്മിത്തിനെ ഈ ഒരു കൊലപാതകത്തിൽ ഉൾപ്പെടുത്താൻ സാധിക്കുമെന്ന് പറഞ്ഞ് ഫോറൻസിക് എക്സ്പേർട്ടും ജയിലിലേക്ക് വരികയും ലാമുവൽ സ്മിത്തിന്റെ പല്ലിൽ നിന്നും അതിന്റെ അച്ചെടുത്തു. ഇതിനുശേഷം അതിനെ ഈ ഓഡോntologistനോട് കൊടുത്ത് മരിച്ച ഡോണയുടെ ശരീരത്തിൽ കണ്ടുപിടിച്ച ആ ഒരു ബൈറ്റ് മാർക്കും ഇവന്റെ ഈ ബൈറ്റ് മാർക്കും തമ്മിൽ പരിശോധിക്കാൻ ആവശ്യപ്പെട്ടു. രണ്ടും ഒരുമിച്ച് വെച്ച് നോക്കിയപ്പോൾ രണ്ടും 100% മാച്ചായി. അതും താഴെ വരിയിലുള്ള പല്ലിൽ അവന് ഒരു പല്ലില്ലാത്തത് കൊണ്ട് തീർച്ചയായും ഈ പല്ലടയാളം തന്നെയാണ് ഡോണയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നത്. അത് അവന്റെ തന്നെയാണെന്നും ഓഡോntologist തറപ്പിച്ചു പറഞ്ഞു. അങ്ങനെ ഡോണയെ കൊന്ന കുറ്റത്തിന് വീണ്ടും ലാമുവൽ സ്മിത്തിന്റെ പേരിൽ ഒരു കൊലപാതക കേസ് കൂടെ ചുമത്തി. അവന്റെ ഡിഫൻസ് ലോയർ ഈ ഒരു കേസിൽ വാദിക്കാൻ തുടങ്ങിയത് ഈ മരിച്ച ഡോണയുടെ ശരീരത്തിലുള്ളത് ഒരു മനുഷ്യന്റെ ബൈറ്റ് മാർക്കേ അല്ല എന്ന രീതിയിൽ വാദിച്ചു. അതായത് അവളുടെ ശരീരം ആരോ കൊന്നിട്ട് ഗാർബേജ് ഇടുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് ഇട്ടു. ബുൾഡോസർ വന്ന് ചവർ കംപ്രസ് ചെയ്യുമ്പോൾ അവളുടെ ശരീരത്തിലൂടെ ഈ ഒരു ബുൾഡോസറും കയറിയിറങ്ങി. അങ്ങനെ അവൾക്ക് ചില മുറിവുകൾ ഉണ്ടായി. അതുവഴി ഉണ്ടായ ഒരു പാടാണിത്, അല്ലാതെ ഇത് മനുഷ്യന്റെ ബൈറ്റ് മാർക്ക് അല്ല എന്ന രീതിയിൽ ഡിഫൻസ് ടീം പറഞ്ഞു. പക്ഷെ പ്രോസിക്യൂട്ടർ ടീമിൽ ഉണ്ടായിരുന്ന ഓഡോntologist പറഞ്ഞത് സംശയമേ ഇല്ല, ഇത് മനുഷ്യന്റെ ബൈറ്റ് മാർക്കാണ്, അതും ഈ ലാമുവൽ സ്മിത്തിന്റെ ബൈറ്റ് മാർക്ക് തന്നെയാണെന്ന് കോടതിയിൽ തറപ്പിച്ചു പറഞ്ഞു. ഇങ്ങനെ പല ദിവസങ്ങൾ ഈ കേസ് മുന്നോട്ട് പോയി. അവസാനം പല ഫോറൻസിക് തെളിവുകൾ, ഇതിനു മുൻപ് അവന്റെ പേരിലുള്ള കുറ്റം, അവൻ നേരത്തെ ഒരു സ്ത്രീയെ കൊന്ന ആ ഒരു രീതി, ഇങ്ങനെ പല കാര്യങ്ങൾ കണ്ട് ഡോണയെ ഇവൻ തന്നെയാണ് കൊന്നത്, ഈ ലാമുവൽ സ്മിത്ത് തന്നെയാണ് കൊന്നത് എന്ന് സ്ഥിരീകരിക്കുകയും അമേരിക്കൻ കോടതിയിൽ ലാമുവൽ സ്മിത്തിന് വീണ്ടും ഒരു ജീവപര്യന്തം ശിക്ഷ കൊടുത്തു. വിധി പറഞ്ഞപ്പോൾ ജഡ്ജ് ഒരു കാര്യം കൂടെ പറഞ്ഞിരുന്നു. ലാമുവൽ സ്മിത്തിന് ഇതിനു മുൻപ് ഒരുപാട് സ്വാതന്ത്ര്യം ജയിലിനുള്ളിൽ ഉണ്ടായിരുന്നു. പക്ഷെ അവനിപ്പോ അപകടകാരിയാണ്. അതിനാൽ അവനിൽ നിന്നും ആ സ്വാതന്ത്ര്യമെല്ലാം തിരികെ എടുക്കുന്നു. അവൻ ഇനി സോൾട്ടറി കൺഫൈൻമെന്റിലായിരിക്കണം. ഒറ്റയ്ക്ക് ഒരു സെല്ലിലായിരിക്കണം അവൻ ജീവിക്കേണ്ടത്. ജീവിതകാലം മുഴുവനും അവൻ ആ ഒറ്റ സെല്ലിൽ തന്നെ ആയിരിക്കണമെന്നും വിധി വന്നു. ഈ കേസിൽ ലാമുവൽ സ്മിത്തിന് ശിക്ഷ ലഭിച്ചാലും നമുക്കെല്ലാവർക്കും ഒരു ചോദ്യമുണ്ടാകും, എന്താണ് ഈ ഒരു കൊലപാതകത്തിന്റെ കാരണം? ഒരു പ്രതിക്ക് എങ്ങനെ ഒരു ഓഫീസിൽ തട്ടിക്കൊണ്ടുപോയി മോശമായി പെരുമാറി കൊന്ന് ജയിലിൽ നിന്നും ഗാർബേജ് ഏരിയയിൽ കൊണ്ടുപോയിടാനുള്ള സമയം അവൻ എവിടെ നിന്നും കിട്ടി? എങ്ങനെ അവൻ ഇത്ര സ്വാതന്ത്ര്യം കിട്ടി? ഇങ്ങനെ പല ചോദ്യങ്ങൾ വന്നാലും അതിന് പ്രോസിക്യൂട്ടർ സൈഡിൽ നിന്നും വ്യക്തമായ ഒരു വിശദീകരണം നൽകി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജയിലിൽ അവന് നല്ല നടത്തിപ്പുണ്ടായിരുന്നു. അതിനാൽ ചാപ്പൽ മുഴുവനും അവന്റെ നിയന്ത്രണത്തിലായിരുന്നു. പകൽ മുഴുവനും അവൻ അവിടെയായിരിക്കും. കൂടാതെ അവന് ഈ മരപ്പണികൾ, കൊത്തുപണികളിൽ ഒരുപാട് താല്പര്യമുണ്ടായിരുന്നു. ഡോണ ജയിലിലേക്ക് വന്നതിന് ശേഷം ഇവനുമായി നല്ല സൗഹൃദത്തിലായി. രണ്ടുപേരും സുഹൃത്തുക്കളായി പെരുമാറുന്നതും അവിടെയുള്ള ഓഫീസർമാർക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ മെയ് മാസം 15-ാം തീയതി 1981 വർഷം ഉച്ചയ്ക്ക് ഒരു ഫോൺ കോൾ വന്നു. ആ ഫോൺ കോൾ ചെയ്തത് മറ്റാരുമല്ല, ഈ ലാമുവൽ സ്മിത്ത് ആണ്. ആ ഫോൺ അവൻ എവിടെ നിന്നും ചെയ്തു എന്ന് ചോദിച്ചാൽ ചാപ്പലിനകത്ത് ഒരു ഫോണുണ്ട്.
അവിടെ നിന്നാണ് ഇവിടേക്ക് അവൻ ഫോൺ ചെയ്തത്. അങ്ങനെ ഡോണ ഈ ചാപ്പലിലേക്ക് വരാൻ പറഞ്ഞു. ഡോണയ്ക്ക് അതിൽ നല്ല ദേഷ്യം വന്നു. അവൻ എത്ര തന്നെ ഒരു കറക്ഷൻ ഓഫീസർ സുഹൃത്തായിരുന്നാലും വെറുതെ ഫോൺ വിളിച്ച് ഇവിടെ വാ അവിടെ വാ എന്ന് പറയുന്നതിൽ ഡോണയ്ക്ക് ദേഷ്യം വന്നു. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞാണ് അവൾ ചാപ്പലിലേക്ക് പോയത്. പക്ഷെ അവിടെ ലാമുവൽ സ്മിത്ത് അവൾക്ക് സമ്മാനിക്കാനായി മരത്തിൽ കൊത്തുപണി ചെയ്ത ഒരു മനോഹരമായ പക്ഷി കയ്യിൽ വെച്ചിരുന്നു. അത് അവൾക്ക് കൊടുക്കുകയും ചെയ്തു. ഇപ്പോൾ ഡോണയ്ക്ക് വീണ്ടും ദേഷ്യം കൂടി. നീ ഒരു കുറ്റവാളിയാണ്. നിന്നെ നിരീക്ഷിക്കാനുള്ള ഓഫീസറാണ് ഞാൻ. നിനക്കും എനിക്കും ചെറിയൊരു സൗഹൃദമുണ്ട്, അത്രമാത്രം. അത് നീ ദുരുപയോഗം ചെയ്യരുത്. ഇങ്ങനെ സമ്മാനങ്ങളൊക്കെ നൽകുന്നത് ഒട്ടും ശരിയല്ല. അവസാനം നീ എവിടെ വന്ന് നിൽക്കുമെന്ന് എനിക്ക് നന്നായി അറിയാം. ഇതിവിടെ തന്നെ അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ് രണ്ടുപേർക്കും ഇടയിൽ ഒരു ചെറിയ തർക്കം തന്നെ ഉണ്ടായി. ആ സമയം ചാപ്പലിലും ആരുമില്ലായിരുന്നു. ഡോണയുടെ ഈ ഒരു പെരുമാറ്റം കണ്ട് ലാമുവൽ സ്മിത്തിന് നല്ല ദേഷ്യം വന്നു. എന്നെയാണോ നീ ഇത്ര അപമാനിച്ചത്? ഞാൻ ആരാണെന്ന് നിനക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ആ ചാപ്പലിലെ കഥകളെല്ലാം അടച്ചു. ഡോണയോട് മോശമായി പെരുമാറാൻ തുടങ്ങി. അവളെ കഴുത്ത് ഞെരിച്ച് കൊല്ലുകയും ചെയ്തു. അപ്പോഴാണ് അവളുടെ ശരീരത്തിൽ പല സ്ഥലങ്ങളിൽ അവൻ കടിച്ചത്. അവന് ജയിലിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ആക്സസ് ഉള്ളതുകൊണ്ട് അവളെ കൊന്നതിനു ശേഷം ആ ശരീരം ഡസ്റ്റ്ബിന്നിലിട്ട് എല്ലാ ഗാർബേജും ആ ജയിലിൽ നിന്നും എവിടെ നിന്നാണോ പുറത്തേക്ക് പോകുന്നത് ആ സ്ഥലം വഴി കൊണ്ടുപോവുകയും പുറത്തേക്കെടുക്കുകയും ചെയ്തു. പിന്നീട് ആ ചാപ്പലിനുള്ളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ രക്തമുണ്ടായിരുന്നു. എല്ലാ സ്ഥലവും അവൻ വൃത്തിയാക്കി. എന്നാൽ അവൻ 99.9% വൃത്തിയാക്കിയാൽ കൂടിയും ഡോണയുടെ 2 മുടി ഒരു കബോർഡിന് താഴെ ഉണ്ടായിരുന്നു. ആ മുടി എടുത്ത് ഫോറൻസിക് ടെസ്റ്റ് ചെയ്തപ്പോൾ അത് ഡോണയുടേതാണെന്ന് മനസ്സിലായി. അങ്ങനെ ഡോണയെ ചാപ്പലിനുള്ളിൽ വെച്ചാണ് കൊന്നത്. അതും ലാമുവൽ സ്മിത്ത് തന്നെയാണ് കൊന്നത് എന്ന് പ്രോസിക്യൂട്ടർ തറപ്പിച്ചു പറഞ്ഞു. ഈ ഒരു കേസിലൂടെ ഫോറൻസിക് തെളിവുകൾ ഒരുപാടുണ്ട്. ശരിയായ കുറ്റവാളിയെ കണ്ടുപിടിച്ചു. അവന് ശിക്ഷയും കൊടുത്തു. കറക്ഷൻ ഓഫീസറായ ഡോണയ്ക്ക് നീതി കിട്ടി എന്ന് തോന്നിയാലും ഈ കേസിൽ വീണ്ടും ചുരുളഴിക്കാൻ കഴിയാത്ത പല രഹസ്യങ്ങൾ ഒളിഞ്ഞുകിടപ്പുണ്ട്. മരിച്ച ഡോണയുടെ സഹോദരി പറയുന്നത്, തീർച്ചയായും ഈ ലാമുവൽ സ്മിത്ത് എന്റെ സഹോദരിയെ കൊന്നിരിക്കാനുള്ള സാധ്യതയേയില്ല. ഇതിന് പുറകിൽ പല രഹസ്യങ്ങൾ ഉണ്ടെന്ന് പറയുന്നു. അതായത് ആ ജയിലിൽ പല കുറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്റെ സഹോദരി അതിന് എതിർപ്പ് കാണിച്ചതുകൊണ്ട് ആ ജയിലിലെ ഓഫീസർ തന്നെ എന്റെ സഹോദരിയെ കൊന്നിട്ട് കുറ്റം ആ ജയിലിലെ തടവുപുള്ളിയിൽ ഇടുകയായിരുന്നു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഇത്രയും കറക്ഷൻ ഓഫീസേഴ്സ് ഉള്ളപ്പോൾ ഒരു പ്രതി, അവൻ എത്ര തന്നെ അവിടെ സ്വാതന്ത്ര്യമുണ്ടെങ്കിലും അവൾ ഇങ്ങനെ ഒരു മോശമായ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ എത്രത്തോളം അവൾ നിലവിളിച്ചിട്ടുണ്ടാകും, ശബ്ദം ഉണ്ടാക്കിയിട്ടുണ്ടാകും. മാത്രമല്ല അവളൊരു പോലീസ് അധികാരിയാണ്. അവൾക്ക് നല്ല ധൈര്യമുണ്ട്, ശാരീരികമായും മാനസികമായും. അതിനാൽ അവൻ അവളോട് മോശമായി പെരുമാറാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായും അവൾ അത് എതിർക്കും. എന്നാൽ ഇതിനെല്ലാം അപ്പുറം ആ തടവുപുള്ളി അവളെ കൊന്ന് ആ ജയിലിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്നിടാനുള്ള സാധ്യത ഒന്നും തന്നെയില്ല. തീർച്ചയായും ഈ ജയിലിൽ നോക്കുന്ന പല അധികാരികൾക്ക് ബന്ധമുണ്ട്. അവരെല്ലാം നേരത്തെ പല കുറ്റങ്ങൾ ചെയ്യുന്നവരാണ്. എന്റെ സഹോദരി അത് കണ്ടുപിടിച്ചു. അതിനാൽ അവളെ വെറുതെ വിടുകയാണെങ്കിൽ സത്യങ്ങൾ പുറം ലോകം അറിയുമെന്ന ഭയത്തിൽ ആ കറക്ഷൻ ഓഫീസേഴ്സ് എല്ലാവരും ചേർന്നാണ് എന്റെ സഹോദരിയെ കൊന്നത് എന്ന് ഡോണയുടെ സഹോദരി ഒരു കുറ്റാരോപണം നടത്തി. ഈ ഒരു കേസിനെ കുറിച്ച് ഞാൻ കരുതുന്നത് ബൈറ്റ് മാർക്ക് വെച്ച് നമുക്ക് സംശയമില്ലാതെ പറയാൻ സാധിക്കും ലാമുവൽ സ്മിത്താണ് ഇത് ചെയ്തത് എന്ന്. എന്നാൽ അതേസമയം അവൻ ഇത് ഒറ്റയ്ക്ക് ചെയ്തിരിക്കാനുള്ള സാധ്യതയില്ല. ഒരു പക്ഷേ ജയിലിൽ ജോലി നോക്കുന്ന ചില കറക്ഷൻ ഓഫീസേഴ്സ് അതിനെ സഹായിച്ചിട്ടുണ്ടാകാം. അവർ നേരിട്ട് ഡോണയെ കൊന്നാൽ പിടിക്കപ്പെടുമോ എന്നുള്ള ഭയത്തിൽ ഒരു തടവ് പുള്ളിയെ ഉപയോഗിച്ച് ഡോണയെ കൊന്നിരിക്കാം. അതിനാൽ തടവ് പുള്ളിക്ക് അവർ മുഴുവൻ സ്വാതന്ത്ര്യവും നൽകുകയും ചെയ്തു. അതിനാൽ ലാമുവൽ സ്മിത്ത് മാത്രമല്ല കുറ്റവാളി. അവന് പുറകിൽ അവിടെ ജോലി നോക്കുന്ന പല കറക്ഷൻ ഓഫീസേഴ്സ് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. എന്നാൽ നിർഭാഗ്യവശാൽ ലാമുവൽ സ്മിത്ത് മാത്രമാണ് കുറ്റവാളി എന്ന് പറഞ്ഞ് ഈ ഒരു കേസും ക്ലോസ് ചെയ്തു. കേസിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഡോണ ഒരുപാട് സ്വപ്നങ്ങളോടുകൂടി ജോലിക്കായി വന്നു. എന്നാൽ താൻ ജോലി നോക്കാൻ വന്ന ആ ജയിലിൽ വെച്ച് തന്നെ അവളുടെ ജീവൻ പോയത് തീർച്ചയായും ദുഃഖിക്കേണ്ട ഒരു കാര്യമാണ്. അവൾ ചെയ്ത ഒരു തെറ്റ് വളരെ സത്യസന്ധയായി പെരുമാറി. തീർച്ചയായും ഈ ലോകത്തിൽ സത്യസന്ധരായിരിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ ജീവിക്കാനേ സാധിക്കില്ല, യാതൊരു വിലയും കാണില്ല എന്നുള്ളതിന് ഈ ഒരു കേസ് ഒരു ഉദാഹരണമാണ്. ഇവർക്ക് മാത്രമല്ല, ഇതുപോലെ കഷ്ടപ്പെട്ട് പല മേഖലകളിൽ ജോലിക്ക് പോകുന്ന സ്ത്രീകളും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. വീട്ടിൽ നിന്നും ജോലിക്കായി ബസ്സിൽ കയറി ഓഫീസിൽ എത്തുന്നത് മുതൽ അവിടെ നിന്നും തിരികെ വീട്ടിലെത്തുന്നത് വരെ ഒരുപാട് കഷ്ടപ്പാടുകൾ അവർ അനുഭവിക്കുന്നുണ്ട്. അതിനാൽ കുടുംബത്തെയും നോക്കി അതേസമയം ജോലിയും നോക്കുന്ന സ്ത്രീകളെ കുറിച്ച് പറയാൻ വാക്കുകൾ തന്നെയില്ല. ഈ ഒരു വീഡിയോ അവർക്ക് വേണ്ടി സമർപ്പിക്കുന്നു. ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.